ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച മിക്കവാറും പിള്ളേരും ബിജു ഒന്നും വീട്ടിൽ കാണത്തില്ല. അപ്പം ഞാൻ മാത്രമേ കാണത്തുള്ളൂ. ഞാനൊന്നെങ്കിൽ ക്ലീനിങ്ങോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ പരിപാടികളോ വീഡിയോയുടെ പരിപാടികളോ ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അപ്പം ശനിയാഴ്ച മാത്രമാണ് രാവിലെ എണീറ്റ് ഒരു ജോലിയും ചെയ്യേണ്ടാത്തതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബിജു രാവിലെ അങ്ങ് പോവും നെയ്യാർ ഡാമിൽ, നെയ്യാർ ഹോം സ്റ്റേയിലേക്ക്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ശനി ഞായറൊക്കെയാണ് പോകുന്നത്. പിന്നെ പിള്ളേർ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകും. അപ്പം ഞാൻ മാത്രമായതുകൊണ്ട് എനിക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെയും ഒത്തിരി ലാഗാവും. അപ്പോൾ രാവിലെ ഞാൻ കോഴിക്കോട്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അരിയും പിന്നെ ശർക്കരയും തേങ്ങയും അല്ലെങ്കിൽ മറ്റേ പഞ്ചസാരയും തേങ്ങയും കൂടെ ഒക്കെ ഇട്ടുണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് കാര്യം നടന്നോളും. പിന്നെ ഇനി ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കുള്ള കാര്യമാണ്. വൈകിട്ടും പിള്ളേർ അമ്മയുടെ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ പരിപാടി ഇപ്പം ഞാൻ കഞ്ഞിയും പയറുമാണ് ഉണ്ടാക്കുന്നത്. ഒരുമിച്ച് കഞ്ഞിയും പയറും കൂടെ മറ്റേ കുക്കറിലിട്ട് വേവിച്ച് ഒരച്ചാറും പപ്പടവും കൂട്ടി ഞാൻ കഴിക്കും. അല്ലെ പിന്നെ 1 pot മീൽ ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. 1 pot മീൽ എന്ന് പറയുന്നത് ഞാൻ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം. അപ്പം എനിക്കിത് ഒരു റൈസ് കുക്കർ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. വീട് പാലുകാച്ചിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ബിജുവിൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ കുറേ നാളിത് ഒന്നും ചെയ്യാണ്ട് ഇവിടെ വെച്ചിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ യൂസ് കാണുമല്ലോ. അങ്ങനെ ഇതിനെപ്പറ്റി കുറേയൊക്കെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഈ ശനിയാഴ്ചകളിൽ 1 pot മീൽ. അപ്പോൾ അധികം പാത്രങ്ങളൊന്നും കഴുകണ്ട, ഒറ്റ പാത്രത്തിനകത്ത് കാര്യങ്ങൾ നടക്കും. പിന്നെ അത് ഓണാക്കിയിട്ടേച്ചങ്ങ് പോയാൽ മതി. എനിക്കിപ്പം വല്ല ഷോപ്പിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ അതുമൊക്കെ കഴിഞ്ഞിച്ച് വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് ഇതിലാണ് ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ കാരണം ഞാൻ ടൈം സേവിങ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നേ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ റൈസ് കുക്കർ നമുക്ക് 1 pot മീലിന് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ റൈസ് കുക്കറിൽ മാത്രമല്ല, നമ്മുടെ സാധാ കുക്കറിൽ ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്ന കാര്യമൊന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്നത് കൂടാണ്ട് ഇതുപോലെ പുലാവ് അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് കൂടാണ്ട് നമുക്ക് മുട്ട പുഴങ്ങാം, കടല പരിപ്പ് അതുപോലുള്ള സംഭവങ്ങൾ വേവിക്കാം, ആവി കയറ്റാം. അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ ഇത് ഭയങ്കരമായ കുറേ ഫെസിലിറ്റീസ് ഉള്ള റൈസ് കുക്കർ എന്നുള്ളത്. ഇതൊരു ബേസ് റൈസ് കുക്കറാണ്. ജസ്റ്റ് പിന്നെ കുക്കും വാമും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒത്തിരി എന്തൊക്കെയോ ഫീച്ചേഴ്സ് ഉള്ള റൈസ് കുക്കേഴ്സൊക്കെ വേറെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോഡല് നമ്മുടെ ഹാവൽസ് എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു പോട്ട് വരും. ഇതിനകത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റൈസ് കുക്കർ. ഇതിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് പഴയതാട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു പാത്രം ഒട്ടും വെള്ളമയമില്ലാതെ, ഈ പുറം സൈഡിലൊന്നും വെള്ളമയം ഇല്ലാതെ ഇതിലോട്ട് വെക്കുന്നത്. ഇതിലോട്ട് വെച്ചിട്ട് ഇതിലിപ്പോൾ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന് വാം മോഡും കുക്ക് മോഡും. അപ്പോൾ കുക്ക് മോഡ് ഓൺ ആക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചൂട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ഉഴുന്ന്, ചെറിയ ജീരകം, കടുക്, ഇത്രയും സംഭവങ്ങൾ ഇടുവാണ്. ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെയോ ഫൈബറിൻ്റെയോ അല്ലെങ്കിൽ തടിയുടെ തവിയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ സ്ക്രാച്ച് വീഴും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊരു ടൊമാറ്റോ റൈസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പിയാണ്. അതായത് ഞാൻ നെറ്റിൽ കണ്ടതാണ്. പക്ഷെ അതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. ഇതുപോലെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്കിപ്പോൾ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് നമുക്കിത് ചെയ്യാം. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാണിച്ചല്ല ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണ്.
അപ്പോൾ കറണ്ട് എത്ര വരും എന്നുള്ളത്. ഞങ്ങൾക്ക് കറണ്ട് വന്നുകൊണ്ടിരുന്നത് 2 മാസത്തിൽ ഒരു 6000, 5000, 6000 ആ റേറ്റിലാണ് ബില്ല് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് സോളാർ ഉണ്ട്, സോ ബില്ലൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഓക്കെയാണ് നമ്മുടെ കേസിൽ കേട്ടോ. അല്ലെ ഇൻഡക്ഷൻ കുക്കറിന്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേര്, കറണ്ട് ഒത്തിരി എടുക്കുമോന്ന്. ഇല്ല, അങ്ങനെ കറണ്ട് ഒത്തിരി എടുക്കുന്ന സംഭവം ഇൻഡക്ഷൻ കുക്കർ അല്ല. ഞങ്ങൾക്ക് ഇത്രയും ബില്ലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് എ സിയും അതുപോലെ ടിവിയും ഫുൾ ടൈം ഇവിടെ ഓൺ ആയിരിക്കും മിക്കവാറും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ബില്ല് വരുന്നത് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാം വളരെ പെട്ടെന്നാണ്, ഞാൻ അധികം മൂക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. പിന്നെ കുറച്ച് ഒരു ചെറിയ സവോള അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഉപ്പ് അങ്ങിടുക, ഇതിന് വേണ്ടുന്ന, അതായത് നമ്മുടെ റൈസിനും കൂടെ ആയിട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴേ ഇടുക. ഇനി ഒരു 2 ചെറിയ തക്കാളി, അപ്പൊ ഇതിനകത്ത് തീ കൂട്ടാനും കുറയ്ക്കാനൊന്നും ഓപ്ഷൻ ഇല്ല. അതാണ് ഇതിനകത്ത് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൈസ് കുക്കറിലൊക്കെ ഈ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഞാൻ അങ്ങനെ കണ്ടേക്കുന്നതിലൊക്കെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഒരു ഫിക്സഡ് കുക്ക് മോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കുക്കിംഗ് കംപ്ലീറ്റ് തീർന്ന് ഇതിനകത്ത് വെള്ളം മൊത്തം വലിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ വാം മോഡിലേക്ക് പോയിട്ട് ആ ചൂടായിട്ട് തന്നെ ഇരിക്കും. അതാണ് അതിനകത്തെ കാര്യം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, പൊടിയൊന്നും ഇടുന്ന കണ്ട് പേടിക്കരുത്, ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ കായപ്പൊടി. എനിക്ക് സ്പൈസൊക്കെ ഇച്ചിരി കൂടിയിരിക്കുന്ന ആളാണ് കൂടിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ കുറച്ച് വാരി വലിച്ചൊക്കെ ഇടും കേട്ടോ. അപ്പോൾ കായപ്പൊടി, ഇത്ര ഇട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നതിന് ശേഷമാണ് ഞാൻ റൈസ് ഇടാൻ പോകുന്നത്. അപ്പം ഇപ്പം തൽക്കാലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചേച്ച് ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നതിന് ശേഷമാണ് ഞാനിനി അരി ഇടാൻ പോകുന്നത്. ഓക്കെ, അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിപ്പോയാലും കരിഞ്ഞൊന്നും പോകത്തില്ല, ജസ്റ്റ് വാം മോഡിലേക്ക് അതങ്ങ് മാറിക്കോളും. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതുണ്ട്, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ആവി വന്നോളും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ തുറന്ന് നോക്കാം. പ്രഷർ കുക്കറിനേക്കാൾ ഇതിനകത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതാണിപ്പോൾ ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കാണുന്നുണ്ടോ? അത്യാവശ്യം വെന്ത് ഉടഞ്ഞ് ഇരിപ്പുണ്ട്. മീൻ വെന്തുടയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഞാനിനി ഇതിലേക്ക് അങ്ങ് അരി ഇടുക.
ഇത് ഞാൻ 1 കപ്പ് അരിയാണ്, അതായത് ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും മതിയല്ലോ. അപ്പോൾ 1 കപ്പ് ബസ്മതി അരിയാണ്. നമുക്ക് പൊന്നിയരിയോ വെള്ളയരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പം നമ്മളിവിടെ ചെമ്പാവരിയാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ ബസ്മതി റൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്യാം. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് അടച്ചു വയ്ക്കുക, ഒന്ന് ഇളക്കി വെച്ച് അടച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ. അതായത് കറക്റ്റായിട്ട് കുക്കായി വന്നോളും. എനിക്ക് ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ച് പോവാം. ഇത് കുക്കായിക്കോളും. കുക്കായി തീരുമ്പം കാണിച്ചു തരാം. അപ്പം ഞാനിത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഉടനെ തന്നെ എനിക്കിവിടെ ബെല്ലടിച്ചു. എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു, കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി, ആ ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇത് വാം മോഡിൽ കിടക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് ഓക്കെ ആയി, കംപ്ലീറ്റ്ലി കുക്കായെന്നാണ് എനിക്ക് തോന്നുന്നത്. തുറന്നു നോക്കാൻ എന്തായി അവസ്ഥ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അവസ്ഥ. വെന്തിട്ടുണ്ട്, ആ ഒരു ഫ്ലേവർ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അടിയിൽ ഇത് ഇത്രയാണ്. ഇതിനകത്തെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അടിവശത്തുണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞു പിടിക്കും. അതാണ് എനിക്ക് ഇതിനകത്ത് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യം. അല്ലെങ്കിൽ എല്ലാം ഓക്കെയാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വെന്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഈ വാം മോഡ് ഇങ്ങനെ ഇടത്തില്ല. വാം മോഡ് ഇങ്ങനെ തന്നെ ഇട്ട് അതിൻ്റെ ഇത് പിന്നെയും ഡ്രൈ ആയിട്ട് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ. സോ ഇത് ഞാൻ അങ്ങ് ഓഫ് ആക്കുക. ഇത് ഓഫാക്കി, പക്ഷെ ഇതിനകത്ത് തന്നെ ഇത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് എന്താണ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി വരത്തക്ക രീതിയിൽ അതിനകത്ത് തന്നെ ഇരുന്ന് എന്താണെന്നും ആയിക്കോട്ടെ. ഇപ്പോൾ സമയം 12 ആയുള്ളൂ. നമുക്കൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാം. ഇപ്പോൾ സമയം 1:15. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. കാരണം ശനിയാഴ്ച ദിവസമാണ് എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ചൊരു സാവകാശം കിട്ടുന്നത്. ഇപ്പോൾ ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ പിള്ളേർ സ്കൂളിൽ പോയാലും ബിജു ഇവിടെ കാണും. പിന്നെ ബിജു ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയും പോയും ഒക്കെ ഇരിക്കും. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. പിന്നെ അല്ലെങ്കിൽ തയ്ക്കാൻ കാണും. അപ്പോൾ അതൊക്കെ കാരണം എല്ലാ ഷൂട്ടും മിക്കവാറും ഈ ശനിയാഴ്ച ദിവസങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ പിന്നെ പിള്ളേർ വന്ന് പിള്ളേരോടും മിണ്ടായിരിക്കാൻ പറഞ്ഞ് ബിജുവിനോടും മിണ്ടായിരിക്കാൻ പറഞ്ഞ് മാറിയിരുന്ന് ഒക്കെ ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഇടാനൊക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സമയം 1:15. നമുക്കിനി ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ അടച്ചു വെച്ചേക്കുമായിരുന്നു. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ പാകത്തിനാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് വേണമെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം, പിന്നെ കശുവണ്ടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, മല്ലിയില ഇതൊക്കെ ചേർക്കാം, നെയ്യ് ഇതൊക്കെ ചേർക്കാം. പക്ഷെ ഇതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ തൈര് കൂട്ടി കഴിക്കാം. തൈര് ഇവിടെ ഇല്ല. ഇപ്പോൾ ഉള്ളത് അച്ചാറും പപ്പടമാണ്. അച്ചാർ തന്നെ നാരങ്ങാച്ചാറാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ മാങ്ങാച്ചാറേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം എന്താണ്, നമുക്ക് വേറെ ജോലികളൊക്കെ ഉണ്ടെങ്കിലേ, അതായത് ഇപ്പം വേറെ ഒത്തിരി പണികളുണ്ടെങ്കിൽ അടുക്കളയിലെ പണി ആദ്യം തീർക്കണമെന്നുള്ളതാണല്ലോ. പക്ഷെ ശനിയാഴ്ചയാണ് എനിക്ക് ഇച്ചിരി ഒന്ന് ഓഫ് കിട്ടുന്നത്. ഞായറാഴ്ച പോലും ഓഫില്ല. അപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ പിന്നെ എനിക്ക് മാത്രമായിട്ട് കുക്ക് ചെയ്യാൻ ഇതാണ് ആകെപ്പാടെ ഒരു നല്ല പരിപാടി ഉള്ളത്. പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നതിനോട് ഇപ്പം വലിയ താല്പര്യം ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പോയ ഒരു 100 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 70 രൂപ കൊടുത്താൽ നല്ലൊരു ഊണ് കിട്ടും. പിന്നെ അതത്ര വിശ്വസിച്ച് കഴിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ഈ 1 pot മീൽ എന്ന് പറഞ്ഞപ്പം വലിയ സംഭവമായിട്ട് ഒത്തിരി പേര് കമൻറ്റിൽ അത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ പാത്രത്തിനകത്തിട്ട് ഉണ്ടാക്കുന്നു. അത് നമുക്ക് കുക്കറിലും ഉണ്ടാക്കാം, നമ്മുടെ സാധാ കുക്കറിലും ഉണ്ടാക്കാം. പക്ഷെ അതിനകത്ത് പോരായ്മ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടച്ചു വെച്ചിട്ട് പോയാൽ അത് ചീറ്റുന്ന സമയത്ത് നമ്മൾ നോക്കണം, കറക്റ്റായിട്ട് നോക്കണം. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു വെച്ച് അടച്ചു വെച്ചിട്ട് അങ്ങ് പോയത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. പിന്നെ അടിയിൽ ആ ഒരു ചെറുതായിട്ട് കരിഞ്ഞു പിടിക്കുന്ന ഒരു സംഭവം മാത്രമേ എനിക്കുള്ളൂ. എന്നാലും അത് വലിയ ഇഷ്യൂ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു കൺവീനിയൻസ് ആണ് ഞാൻ നോക്കുന്നത്. ഇപ്പം പുറത്ത് ഷോപ്പിങ്ങിന് പോകണമെങ്കിലും ഒക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കങ്ങ് പോവാം. പോയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാം റെഡി ആയിരിക്കും, നമ്മൾ വരിക ചൂടോടെ കഴിക്കുക. അതാണ് അതിനകത്തെ ഹൈലൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.